അഷ്ടൈശ്വര്യങ്ങളിൽ ആദ്യത്തെ ഐശ്വര്യമാണ് അണിമ. ഞാൻ ചെറുതാണെന്ന് എനിക്ക് സ്വയം ബോധ്യമാവുന്നതിൻ്റെ പേരാണ് അണിമ. ആ അണിമയുണ്ടെങ്കിൽ രണ്ടാമത്തെ ഐശ്വര്യം ഉണ്ടാവും, അതാണ് മഹിമ. ആ മഹിമയുണ്ടെങ്കിലേ ലഹിമയുണ്ടാവും, മൂന്നാമത്തെ ഐശ്വര്യം. അപ്പോൾ ലഹിമ എന്ന് പറഞ്ഞാൽ എവിടെയും അഡ്ജസ്റ്റബിൾ ആകാനുള്ളൊരു കഴിവാണ്. ഒരു വലിയ ആളുടെ ആതിഥേയത്വം സ്വീകരിക്കുന്നത് പോലെ തന്നെ ഒരു ഇല്ലായ്മയിൽ കഴിയുന്ന ഒരാളുടെ എല്ലാ തരത്തിലുമുള്ള വൈതരണികളെയും സഹിച്ച് അയാളോടൊപ്പം സഹവസിക്കാനും നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് ആദ്യത്തെ ഐശ്വര്യം ഉണ്ടാവണം, അണിമ. എങ്കിലേ മഹാനാവൂ, മഹിമയാവൂ, എങ്കിലേ ലഘിമയാവൂ, എങ്കിലേ നാലാമത്തെ ഐശ്വര്യം എത്തൂ, അതാണ് ഗരിമ. എന്നാലേ പിന്നെ അടുത്ത ഐശ്വര്യത്തിലേക്ക് എത്തും. അതിൻ്റെ പേരാണ് ഈശത്വം. ഈശ്വരാംശം താനേ നമുക്ക് സംഭവിക്കും. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ഞാൻ ചെറുതാണെന്ന ഒരു ബോധ്യത്തിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോഴാണ്. ഈ ഈശത്വം കഴിഞ്ഞാൽ അടുത്ത ഐശ്വര്യം താനേ ഉണ്ടാവും, അത് വശ്യത്വം എന്നാണ്. ലോകം മുഴുവൻ നമ്മളെ ശ്രദ്ധിക്കും, നമ്മളെ പിന്തുടരും, ആ വശീകരണ അനുഭവം ഉള്ളതുകൊണ്ട്. വശ്യത്വം കഴിഞ്ഞാൽ അടുത്ത ഐശ്വര്യത്തിൻ്റെ പേര് പ്രാപ്യം എന്നാണ്. പ്രാപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ പ്രാർത്ഥന കൊണ്ടും ചിന്തകൾ കൊണ്ടും നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും. അടുത്ത ലാസ്റ്റ് ഐശ്വര്യത്തിൻ്റെ പേരാണ് പ്രാകാശ്യം. അപ്പോൾ ഒരു ദീപം തെളിഞ്ഞു നിൽക്കുമ്പോൾ അൾട്ടിമേറ്റ് ഐശ്വര്യം തെളിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദീപത്തിനൊരു ചിന്തയുണ്ടാവണം. എങ്ങനെ? ഞാൻ തെളിഞ്ഞു നിൽക്കുന്നു, ലോകം മുഴുവൻ ഈ തെളിവ് ആസ്വദിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, പക്ഷേ ഒരു തിരുത്തുമ്പ് പോലും എൻ്റെ സ്വന്തമല്ല. ഒരു തിരുത്തുമ്പിൻ്റെ അറ്റത്ത് ഞാൻ തെളിഞ്ഞു നിൽക്കുകയാണ്, പക്ഷേ ആ തിരുത്തുമ്പ് പോലും ഞാൻ കൊണ്ടുവന്നതല്ല. അപ്പോൾ തിരിയാണോ എന്നെ തെളിയിച്ചതെന്ന് ചോദിച്ചാൽ തിരിയുമല്ല. ആരാണ്? തിരിയിലേക്ക് ഒഴിച്ച എണ്ണയും എന്നെ തെളിയിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോരം കടപ്പെട്ടിരിക്കുന്നു നമ്മൾ എന്നുള്ളൊരു ബോധ്യമാണ് ഈ പ്രാകാശത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ വിനയപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ തെളിഞ്ഞു നിൽക്കുന്ന ദീപം വലുതായിരിക്കാം, പക്ഷേ ഒരു കുശുമ്പൻ കാറ്റ് പതുക്കെ പറന്നാലും നമ്മൾ കെട്ടുപോകും. അപ്പോൾ ജാഗ്രത ഉണ്ടാവണം. ജാഗ്രതയോടെ വേണം അറിവിനെ പരിപാലിക്കാൻ, അറിവിനെ കൊണ്ടാടാൻ എന്ന് ആണ് അതിൻ്റെ ഇതാണ് നമ്മുടെ ഒരു ആത്മീയ തലം.